ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേരുന്നു. നാടും നഗരവും എല്ലാം ഓണത്തെ വരവേൽക്കാനായിട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടിയേ ഉള്ളൂ. വളരെ പണ്ട് നീതിമാനായ ഒരു ഭരണാധികാരി ഇവിടെ ഭരണം നടത്തിയിരുന്നു. ആ മാവേലി ചക്രവർത്തി നാളെ നമ്മളെ കാണാനായിട്ട് വരുന്ന ദിവസമാണ്. ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. മുറ്റത്ത് മനോഹരമായ പൂക്കളങ്ങൾ തീർത്താണ് നമ്മൾ മാവേലി ചക്രവർത്തിയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഞങ്ങൾക്ക് ഒരു യോഗ ക്ലബ്ബുണ്ട്. ആ യോഗ ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടികൾ വിപുലമായ പരിപാടികളോടെ നടന്നു. അതിൻ്റെ വിഷ്വൽസാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. എല്ലാ കൊല്ലത്തേന്നും പോലെ ഇക്കൊല്ലവും നമ്മുടെ ഇവിടുത്തെ ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വിവിധ പരിപാടികളിലൂടെ ഇത്തവണത്തെ ഓണാഘോഷം പൊടി പൊടിച്ചു. ഓണപ്പാട്ടുകളും തിരുവാതിരയും കസേരകളിയും മിഠായി പെറുക്കും അങ്ങനെ വിവിധ പരിപാടികൾ നടന്നു. മുതിർന്നവരോടൊപ്പം കുട്ടികളും പൂക്കളങ്ങളൊക്കെ ഇടുന്നതിനും ഒക്കെ സഹായിക്കുകയുണ്ടായി. കുട്ടികളുടെ ഒരു സന്തോഷം കാണേണ്ടത് തന്നെയായിരുന്നു. ഓണാഘോഷ പരിപാടി ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് നടന്നത്. അപ്പോൾ ആ സ്കൂളിൽ ധാരാളം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് പോലെ ഉണ്ടായിരുന്നതിനാൽ കുട്ടികൾക്ക് വളരെയേറെ സന്തോഷിക്കാനുള്ള അവസരം അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. അവർ മുഴുവൻ നേരവും കളികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. പരിപാടികളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് സമ്മാനദാനമൊക്കെ നൽകുകയുണ്ടായി. പിന്നെ പരിപാടിക്കിടയിൽ എല്ലാവരും ചേർന്നുള്ള ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. നിരവധിയായ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പിന്നെ ഇതിന് മേമ്പൊടിയായിട്ട് സദ്യയും ഉണ്ടായിരുന്നു. 10 കൂട്ടവും ചേർത്തുള്ള മനോഹരമായിട്ടുള്ള സദ്യ. അതും ഇലകളൊക്കെ സംഘടിപ്പിച്ച് വാഴയിലയിൽ തന്നെയാണ് സദ്യ വിളമ്പിയത്. ഈ സദ്യയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടപ്രഥമനായിരുന്നു. നല്ല രുചികരമായ അടപ്രഥമനുണ്ടായിരുന്നു. അത് പപ്പടവും പഴവും ഒക്കെ കൂട്ടി ഒന്ന് കഴിക്കേണ്ടത് നല്ല രസകരമാണ്, നല്ല അടിപൊളിയാണ്. പരസ്പരം സഹകരിച്ചും സഹായിച്ചുമുള്ള ഓണാഘോഷ പരിപാടിയും സദ്യ വിളമ്പലും ഒക്കെ വളരെ രസകരമായിരുന്നു. ഓരോ ഓണത്തെക്കുറിച്ചും എല്ലാവർക്കും നിരവധി കഥകൾ പറയാനുണ്ട്. അതുപോലെ ഒരു കഥയായി ഇതൊരു ഫ്ലാഷ് ബാക്കായിട്ട് ഞങ്ങളുടെയും ജീവിതത്തിൽ ഈ ഒരു ഓണം നന്നായി ഇരിക്കട്ടെ. ഇലയിൽ ചോറൊക്കെ വിളമ്പി അതിന് നടുക്കൊരു കുഴിയൊക്കെ കുഴിച്ച് അതിലേക്ക് പരിപ്പ് ചാറ് ഒഴിക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് നെയ്യൊക്കെ ഒഴിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് പിന്നെ വിവിധതരം കറികളുമൊക്കെ കൂട്ടി അങ്ങനെ ഒരു കഴിപ്പ് എല്ലാവരും കൂടെ ചേർന്ന് ഒരേ കുടുംബമായിട്ട് എല്ലാവരും ഒരേ സന്തോഷത്തിൽ ഒരേ വൈബിൽ ആഘോഷിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള ഓണാഘോഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.